അല്ലടാ അന്റെ പുതിയ പെരീക്ക് പോയി പഴയ സാധനങ്ങളൊക്കെ വാണാ. ഇതേ ഓളെ പെരീന്ന് കൊടുന്നതാണ്. എടാ പടച്ചോൻ എനിക്ക് ഒരുപാട് നിയമത്ത് തന്നിക്കണില്ലേ. അന്റെ താഴെ ഒരാളും കൂടി ഇപ്പൊ ഇവിടെ. എത്ര കാലമായി ഞങ്ങളോട് എന്റെ അവകാശം ചോദിക്കണേ? അതൊക്കെ എന്റെ കാലശേഷം കഴിഞ്ഞിട്ട് നിൽക്കാനുള്ളതല്ലേ. ഈ കുടുംബത്തിന് ഞാൻ ചെലവാക്കിയ പൈസക്ക് കയ്യും കണക്കുണ്ടാ? അവസാനം ജമീലമ്മായിന്റെ ഓരിയിലാണ് കക്കൂസും കുഴി എന്ന് പറഞ്ഞുകാണ്ട് പുതിയൊരു കക്കൂസും കുഴി കുത്താൻ വേണ്ടിയിട്ട് 10,20,000 റുപ്യ എനിക്ക് ചെലവായില്ലേ? 4 ദിവസം കൊണ്ട് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. മുതലാളി ആ 4 ദിവസം എന്നുള്ളത് ഒരാഴ്ച ആക്കി തരുമോ? ആ അനക്ക് തരാനേ ഇപ്പൊ കുറച്ച് പൈസ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ പുതിയ പറമ്പിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, ഞങ്ങൾ ആണ്ട് വരാം. ചില്ലറ തന്നുകാണ്ട് എന്നെ കൊണ്ട് എണ്ണിക്കാനുള്ള പരിപാടിയാണ്. റഷീദേ അത് വനക്കണ്ട് കൊടുക്ക്. ഇനി ഒരു അവകാശം നമ്മളില്ലേട്ടാ, എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിക്കാളാം. ഇനി ഒരു ഇടപാട് ഏറ്റിങ്ങോട്ട് വരരുത്. എല്ലാം ഇതിലുണ്ട്. എന്തത് തീട്ടോ? ഇതിൽ അൻ്റെതുണ്ട്, അന്റെ കെട്ടുകളുണ്ട്. അവനവന്റെ കെട്ടുകൾ പറഞ്ഞത് കേൾക്കണ്ടെന്നല്ല, പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം. ഇനിയിപ്പോ എന്താ പെരീന്ന് കൊണ്ടുപോകാനുള്ളത്? വരല് വൽക്കാവ് എല്ലാ കുന്തവും ചുത്തോണ്ട് പോയി. എന്തെങ്കിലും ബാക്കിയുണ്ടോ അവിടെ കൊണ്ടുപോകാന്? ഇജുവാന്റെ പെണ്ണുങ്ങളും കുറെ കാലത്തേക്ക് നീ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇനി മേലിൽ എന്റെ വളപ്പിട്ട് അങ്ങനെ കറങ്ങിട്ട് കണ്ടോണ്ടേ. എന്റെ മോലിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. ഇതെന്നെ കൊണ്ട് തീറ്റിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഓർമ്മ വെച്ചോ.